പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈശോരുവാതി തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഈശോരുവാതിലടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. ഈശോരുവാതി തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ഈശോരുവാതിലടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതി തുറന്നിടുമേ, എനിക്കായി വാതി തുറന്നിടുമേ. അടച്ചിടുമേ വാതിലടച്ചിടുമേ, വൈരിൻ വാതിലടച്ചിടുമേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 നവംബർ മാസം 21 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മനുഷ്യൻ അടച്ച വാതിലുകളെ തുറക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 1 കൊരിന്ത്യർ 16 അധ്യായം അതിൻ്റെ 9 വാക്യം. എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുമുണ്ട്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ദൈവിക ചിന്തയായി ചിന്തിക്കുന്നത് മനുഷ്യർ അടച്ച വാതിലുകളെ തുറക്കുന്ന ദൈവം എന്നുള്ളതാണ്. വചന പശ്ചാത്തലം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ എഫോസോസിൽ പെന്തിക്കോസ് നാൾ വരെയും താമസിക്കുന്നതിൻ്റെ ആഴമെന്ന് പറയുന്നത് എനിക്കവിടെ വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികൾ പലരുണ്ട്, എൻ്റെ വാതിലുകളെ അടയ്ക്കാൻ നോക്കിയ പലരുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം വലിയ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം നിങ്ങളുടെ മുമ്പിൽ വലിയ ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ നോക്കാമെങ്കിൽ യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിൻ്റെ വാതിലടയ്ക്കുന്നത് കാണാൻ കഴിയും. നമുക്കൊരുമിച്ച് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 18-19 വാക്യത്തിലേക്ക്. അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. 19 വാക്യം. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളയുക. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യത്തിനകത്ത് ഇതാ യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിൻ്റെ വഴി അടയ്ക്കുകയാണ്. താൻ കണ്ട സ്വപ്നം നിവർത്തീകരിക്കപ്പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരന്മാർ തൻ്റെ വാതിലുകൾ അടയ്ക്കുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ചിലവരും ഇതേപോലെ ആയിരിക്കാം. നിങ്ങളുടെ വാതിലുകൾ നിങ്ങളുടെ സ്വന്തക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലുള്ള പലരും, അധികാര മണ്ഡലത്തിൽ നിൽക്കുന്ന പലരും നിങ്ങളുടെ വാതിലുകൾ അടച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ആ സാമ്പത്തികം ലഭിക്കാത്ത രീതിയിൽ, ആ ഉയർച്ച ലഭിക്കാത്ത രീതിയിൽ ഹല്ലേലൂയ നിങ്ങളുടെ വാതിലുകൾ അടച്ചിട്ടുണ്ടാകാം. മനുഷ്യനും പിശാചും ചേർന്ന പല വാതിലുകളും നിങ്ങളുടെ മുമ്പിൽ അടച്ചു നിൽക്കുമ്പോൾ ഇതാ യോസഫിൻ്റെ ദൈവം തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ ഉയർത്തുകയും ദൈവം കാണിച്ച സ്വപ്നത്തെ നിവർത്തീകരിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും, നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവ നിയോഗമുള്ളവരുമാണെങ്കിൽ നിങ്ങളുടെ വഴികളെ അടയ്ക്കുവാൻ മനുഷ്യനോ പിശാചനോ കഴിയത്തില്ല. ഞാൻ ഒന്നുകൂടെ ആഴമായി വിളിച്ചു പറയാം. ദാനിയേൽ പ്രവചനം ശ്രദ്ധിക്കാമെങ്കിൽ ശദ്രക്കിനും മേശക്കിനും അബ്ദിനോഗിനും വിരോധമായി ഇതാ നെബൂഖദ്നേസർ രാജാവ് എഴുന്നേൽക്കുകയാണ്. ദാനിയേൽ പ്രവചനം 3 അധ്യായം അതിൻ്റെ 19 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ നെബൂഖദ്നേസർ കോപം മുഴുത്ത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബ്ദിനോഗിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പിക്കുവാൻ അവൻ കൽപ്പിച്ചു. ഇതാ ആ രാജാവ് ആ 3 ചെറുപ്പക്കാർക്ക് വിരോധമായി ചൂള 7 ഇരട്ടി ചൂട് വർദ്ധിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, അവരെ വാതിൽ അടയ്ക്കുകയാണ്. അതിൻ്റെ 24 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ 24-25 വാക്യങ്ങൾ. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റു മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെയല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. 25 വാക്യം. അതിനെ അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ്
തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. നാലാമത്തെ രൂപം ഒരു ദൈവപുരുഷനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, രാജാവും കൂടെ നിൽക്കുന്നവരും ആ 3 ചെറുപ്പക്കാരുടെ വാതിൽ അടയ്ക്കുമ്പോൾ, അവരെ ബന്ധിച്ച് തീയിലിടുമ്പോൾ, എൻ്റെ കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. മനുഷ്യൻ അടച്ച വാതിലുകളെ തുറക്കേണ്ടതിനായിട്ട്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യനും അധികാരികളും നിങ്ങളുടെ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ മാസം ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ശ്രദ്ധിക്കുന്നത്. ഇതാ, മനുഷ്യൻ അടച്ചതിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം 4-മനായി ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുകയാണ്. അവർക്കൊരു കേടും സംഭവിച്ചതായി കാണുന്നില്ല. വിശ്വസിക്കാമെങ്കിൽ ഈ മാസം നിങ്ങളുടെ വിടുതലിൻ്റെ മാസമാണ്. ഈ മാസം മനുഷ്യൻ അടച്ചതിൻ്റെ നടുവിൽ ദൈവം വഴി തുറക്കാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ അടച്ചതിൻ്റെ നടുവിൽ അത്ഭുത വഴിയെ തുറക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ. ദൈവം അത്ഭുതവാതിൽ തുറക്കട്ടെ. കർത്താവെ, ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.